السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായ അമൽ അത് നിത്യമായിട്ട് ദായിമയായിട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് അത് എത്ര കുറഞ്ഞെങ്കിലും സമാണ്ട്. അപ്പോൾ ദൈനംദിനമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകേണ്ടതായ ഏതൊരു അമലും അത് എപ്പോഴും ഞങ്ങൾ കൊണ്ടുവരണം. കുറേ നാൾ കൊണ്ടുപോകണ്ടേ, കുറേ നാൾ അത് വിട്ടുവിട്ടേ, അങ്ങനെ ആവത്തില്ല. അത് അള്ളാഹു ഇഷ്ടമല്ല. അള്ളാഹു ഇഷ്ടം എന്നേ ഒരടിമ ഒരമൽ കൊണ്ടുപോകണ്ടെങ്കിൽ അത് എല്ലാ നാളിലും അയാൾ പതിവാക്കണമുണ്ടായിട്ട്. വകാനമിൻ സിഫാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുദാവമത്തു അലൽ അമലി സ്വാലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫത്തിൽ പിന്നെ സ്വഭാവത്തിൽപ്പെട്ടതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അമൽ തുടങ്ങിയെങ്കിൽ അത് പിന്നെ വിട്ടുവിട്ട വിഷയമില്ല, അത് എപ്പോഴും കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഞങ്ങൾ ഒന്ന് അമൽ ഇങ്ങനെ തുടങ്ങണമെങ്കിൽ അത് എല്ലാ നാളും കൊണ്ടുവരണം. കുറേ ആൾമാരുള്ളവർ ചില സന്ദർഭത്തിൽ ഭയങ്കര നിസ്കാരം, ഓത്തും സ്വലാത്തും സിക്റും എല്ലാം ഇക്കിടും, പിന്നെ നമുക്ക് പത്തമേ ഇല്ല. അങ്ങനെ ഓത്തീര ഒരു കാര്യം ഞങ്ങൾ തുടങ്ങിയാൽ പിന്നെ അത് എല്ലാ നാളിലും എന്താക്കുക കൊണ്ടുവരാം. അപ്പോൾ കൊമ്പറമേ ഫസ്റ്റ് തുടങ്ങുമ്പമേ എന്താക്കുക പിന്നെ ഞങ്ങൾ അവിടെ എത്ര മാത്രം തുടങ്ങാം. ഞങ്ങൾ കണക്കിനാണ്ട് യാറ പിന്നെ തുടങ്ങലേ ഭയങ്കരത്തിൽ തുടങ്ങലേ, എന്നിട്ട് അതിന് പിന്നെ വിട്ടുവിട്ട് അങ്ങനെ ആവത്തീര. ഖുദൂ മിനൽ അമലി മാ തുതീഖൂൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിങ്ങൾക്ക് അവിടെ എത്ര നിങ്ങൾ എന്താക്കറും നിങ്ങൾ അമൽ ചെയ്യറും. പിന്നെ അള്ളാഹു ആരട്ടം എന്താക്കില്ലേ, കണക്കിനാണ്ട് യാറ അമൽ ചെയ്യുമെന്നും അള്ളാഹു ആർഡർ ആക്കില്ല, അള്ളാഹു കൽപ്പിക്കില്ല. നിങ്ങൾക്ക് അവിടെ എത്രമാത്രം നാം കൊണ്ടുവന്നമേയാവും. പക്ഷേ അത് കൊണ്ടുവരണം തുടങ്ങിയെങ്കിൽ പിന്നെ എന്താക്കണം, എല്ലാ നാളും അത് കൊണ്ടുവരണോ. നോക്കൂ, ഇന്നൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് പിന്നെ മൻ നാമ അൻ ഹിസ്ബിഹി ഔ അൻ ശൈഇൻ മിൻഹു ഫഖറഅഹു ഫീമാ ബൈന സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ ളുഹ്ർ കുത്തിബ ലഹു കഅന്നമാ ഖറഅഹു മിനൽ ലൈൽ. ഒരാൾ ജാവുകു ഏതെങ്കിലും ഒരു ഹിസ്ബു എന്താക്കിയിട്ട് പിന്നെ സ്വലാത്ത ദിക്റ അല്ലെങ്കിൽ ഖുർആൻ ഓതുക അയാൾ പതിവാക്കേണ്ടിട്ട്, അങ്ങനെ അയാൾ ചില സന്ദർഭത്തിൽ അല്ലെങ്കിൽ ചൊല്ലുകയില്ല, എന്തോ ഒരു ബിസിൽ ബാക്കിയിട്ട് അല്ലെങ്കിൽ വേഗം വാങ്ങി പോയിട്ട് എങ്കിൽ അതൊക്കെ അതിലെന്താക്കുക പോലും അതിൽ ചെന്നിട്ട് കലാ വീടുക എങ്കിൽ അത് ജാവ് ചെന്നതിന് കൂലി അയാൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നോക്കൂ, ഏതെങ്കിലും ഒരു കാര്യം അവർ തുടങ്ങിയെങ്കിൽ ആ തുടങ്ങിയാൽ പിന്നെ അതിലെ ചിലപ്പോൾ വിട്ടുപോയെങ്കിലും അതിൽ പിന്നെങ്കിലും എന്താ ചെന്നിട്ട് തീർക്കൊണ്ടായിരിക്കട്ടെ. ഇതിൽ ഈ ഹദീസിലെ ആശയം ചില ആൾമാർ കേൾക്കാറുണ്ട്, ജാവ് താജ് നിസ്കരിക്കുന്ന ആളായിരിക്കട്ടെ അല്ലെങ്കിൽ ജാവ് ഇത്ര ഖുർആൻ ഓതുന്ന ആളായിരിക്കട്ടെ, എനിക്ക് ചില സന്ദർഭത്തിൽ അത് ഓതാവില്ല, ടൈം കിട്ടില്ല, ചിലപ്പോൾ ഉറങ്ങിപ്പോണ്ടു എങ്കിൽ എന്താക്കട്ടെ ഉസ്താദ്, ഉറങ്ങിപ്പോയെങ്കിൽ അത് പിറ്റേന്ന് എന്താക്കുക പോലും അതിൽ ചെന്നിട്ട് തീർക്കുക. അത് പിന്നെ ഉറങ്ങിപ്പോയിത്തല്ലേ ചെന്ന് അത് വിട്ടുപെടണ്ട, അതിൽ പിറ്റേന്ന് ചെന്ന് തീർക്കണം. കാരണം നിത്യമായിട്ട് നിങ്ങൾ അമൽ ചെയ്യണമല്ലേ. അപ്പോൾ അത് പിറ്റേന്ന് ചെന്ന് തീർത്തിട്ടായെങ്കിൽ അത് നമുക്ക് അതേ ആ കൂലി കിട്ടും, നമുക്ക് ജാവ് ചെന്ന കൂലി നമുക്ക് കിട്ടും. ഇന്നലിൽ മുദാവമത്തി അൽ അമലി സ്വാലിഹി ഫവായിദ ജുമ്മത്തൻ. മഹാന്മാർ ചെല്ലാറ് നിത്യമായിട്ട് അമൽ ചെയ്യൽ, ദായ്മയായിട്ട് അമൽ ചെയ്യൽ നമുക്ക് ചെമ്മ ഫായിദങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നായിരിക്കണം ഇത്തിസാലു ബില്ലാഹി തആല. അള്ളാഹുരട്ട ഒരു കണക്റ്റ് നമുക്ക് കിടും, പടച്ചോന്നിട്ട് ഒരു ടച്ച് കിടും. നിത്യമായിട്ട് അള്ളാഹുട്ട് ഇങ്ങനെ അമൽ ചെയ്യുമ്പോൾ അള്ളാഹുമായിട്ടുള്ള ഒരു സാമീപ്യവും ഒരു കണക്റ്റ് നമുക്ക് കിട്ടുക. കുറേ നാൾ ഞങ്ങൾ അമൽ ചെയ്തേ പിന്നെ അമലെല്ലാം വിട്ടുവിടേ, ഇങ്ങനെ ആകുമ്പോൾ ആ കണക്റ്റ് നമുക്ക് തപ്പി പോകണ്ടു. അതുകൊണ്ട് എപ്പോൾ നിത്യമായി അമൽ ചെയ്യുക പ്രയത്നമാക്കണം. നോക്കൂ, ഉമർ റളിയല്ലാഹുവിൻ്റെ മകനായ അബ്ദുല്ലാഹിബ്ൻ ഉമർ റളിയല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, യാ അബ്ദുല്ലാഹ് ലാ തകുൻ മിസ്ല ഫുലാൻ കാന യഖൂമുൽ ലൈൽ ഫതറക ഖിയാമൽ ലൈൽ. നീ ഒരാളുടെ പോലെ ആവത്തീര. ഇങ്ങനെ ചില പിന്നെ അയാൾ ജാവു തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്, പിന്നെന്താക്കി തയ്യാറ് അത് വിട്ടുവിട്ടു. അങ്ങനെ ആവണ്ട. തഹജ്ജുദ് നിസ്കരിക്കുക തുടങ്ങിയേ എങ്കിൽ അത് എല്ലാ നാളിലും തുടങ്ങണം, എല്ലാ നാളിലും അത് കണ്ടിന്യൂ ആക്കണം. ഏതൊരു കാര്യം അതുപോലെ ചില മനുഷ്യന്മാരുള്ള തഹജ്ജുദ് കഴിച്ചാൽ എന്നിട്ട് ഭയങ്കര നിസ്കാരം അരഗണ്ട ഒരു ഗണ്ട നിസ്കരിക്കാറ്, പിന്നെ കുറേ നാൾ നോക്കുമ്പോൾ ശുദ്ധിയില്ല. അങ്ങനെ ആവത്തില്ല. ഞങ്ങൾ എന്ത് അത്
അത്തരം ബഡ്ജറ്റുകളുടെ ഞങ്ങൾക്ക് അവിടുത്തെ എത്ര സിമ്പിളായിട്ട് ഒരു ജനറക്കാർക്ക് നിസ്കരിക്കല് അതെല്ലാം നാളും കൊണ്ടുപോകണ്ടേ. കുറേ അമൽ കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ അത് വിട്ടുപൂട്ടത് അത് അള്ളാഹു ഇഷ്ടമല്ല. അള്ളാഹു ഇഷ്ടം ഒരു അമൽ ഞങ്ങൾ തുടങ്ങിയാൽ പിന്നെ അതിൽ കണ്ടിന്യൂ ആക്കണം. അപ്പോൾ കണ്ടിന്യൂ ആക്കൊണ്ടായെങ്കിൽ അത് ഭയങ്കരമായിട്ട് തുടങ്ങണ്ട, അത് സിമ്പിളായിട്ട് തുടങ്ങിയ മീയാവും. അപ്പോൾ എന്താ പറയുക, എല്ലാ നാളും നമുക്ക് കൊണ്ടുപോകാവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എല്ലാ നാളിലും അമൽ ചെയ്യുക അള്ളാഹു തൗഫീഖ് തരട്ടെ. നാളെ എല്ലാ കാലത്തും ഒരുപാട് അള്ളാഹു ബർക്കത്താക്കട്ടെ. ലാഫത്ത് മുസീബത്തിട്ട് അള്ളാഹു നാളെ കാത്തിരക്ഷിക്കട്ടെ. ആമീൻ ബിഫദ്ലിഹി.